നമസ്കാരം. ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒഡീസിയെ കുറിച്ചാണ്. ഹോമറിന്റെ ഒഡീസിയും നോളാന്റെ ഒഡീസിയും രണ്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. അപ്പം ഒഡീസി പേഴ്സണലി ഞാൻ ഒഡീസി സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ മറ്റോ ഈ പോളിഫീമസിന്റെ ഒഡീസീസിന്റെ കഥ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ആദ്യത്തെ ഒഡീസീസിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. പിന്നീട് അതേ കഥ തന്നെ ഇംഗ്ലീഷിലും പഠിക്കാനുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷിൽ പഠിക്കുന്ന സമയത്താണ് ഇതിലെ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ മനസ്സിലാവുന്നത്. കാരണം ഈ പോളിഫീമസിന്റെ കഥ, ഒഡീസിയസ് പോളിഫീമസിന്റെ കേവില് അകപ്പെട്ടു പോവുകയും പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയും അപ്പൊ പോളിഫീമസുമായിട്ട് സംസാരിക്കുമ്പം ഒഡീസിയസ് തന്റെ പേര് പറയുന്നത് നോമാൻ എന്നാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒഡീസീസും കൂടെ ഉള്ളവരും കൂടി പോളിഫീമസിന്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കുന്ന സമയത്ത് പോളിഫീമസ് വിളിച്ച് കരയുന്നത് നോമാൻ ഈസ് കില്ലിങ് മീ എന്നാണ്. അപ്പം പോളിഫീമസിന്റെ കൂട്ടുകാരും ഈ ഗുഹയുടെ പുറത്ത് വന്ന് ചോദിക്കും വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് ചോദിക്കും. അയാൾ പറയും നോമാൻ ഈസ് കില്ലിങ് മീ. അപ്പം ഇത് മലയാളത്തിൽ ഇത് പഠിക്കുമ്പം നോമാൻ എന്നെ കൊല്ലുന്നേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. അത് മനസ്സിലായില്ലായിരുന്നു ആ കഥ. അത് കഴിഞ്ഞിട്ട് ഇത് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്താണ് നോമാൻ ഈസ് കില്ലിങ് മീ, എന്നെ ആരും കൊല്ലുന്നില്ല എന്നുള്ള അർത്ഥം വരുമ്പോൾ ദിസ് ഇസ് ദ ട്രിക്കറി ദാറ്റ് ഒഡീസിയസ് പ്ലേസ്. അപ്പോൾ ഇവിടെയാണ് ഈ കഥ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഉള്ള ഈ കഥ വർക്കാകാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കഥ ഗ്രീക്കിൽ വേറൊന്നും കൂട്ടാണ്. കാരണം ഈ നോമാൻ എന്നതിന് ഇക്വലന്റ് ആയ ഗ്രീക്ക് പദം ഒഡേസു, ഏതാണ്ട് അതുപോലെ വരുന്ന ഒരു സൗണ്ട് ചെയ്യുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ അത് ഒഡീസിയസിനാണ് സിമിലർ ആയിട്ട് വരുന്ന ഇതാണ്. അത് ഒഡീസിയസ് എന്നല്ല, മറിച്ച് ഒഡേസു, അങ്ങനെ ഏതാണ്ട് ആ ഒരു സിലബിൾസ് ആണ് വരുന്നത്. അപ്പം അവിടെയാണ് ഈ നോമാൻ എന്ത് ഉപയോഗിക്കുന്നതിലെ ബ്രില്യൻസ്, ഈ വാക്കുകൾ, അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഇയാള് കാര്യങ്ങൾ നേടുന്നതില് മിടുക്കനായ ഒരു മനുഷ്യനാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. അതാണ് ഈ ക്യാരക്ടറിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇത് രണ്ടിന്റെ അബ്രിഡ്ജ്ഡ് മലയാളം വേർഷൻ വായിച്ചു. അത് പിന്നീട് കഥയൊക്കെ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് ഈ സിനിമ റിലീസായി ഇത് കാണുന്നതിന് ഇടയ്ക്കുള്ള കുറച്ച് ദിവസം ഗ്യാപ്പിൽ ഞാൻ ഈ ജെഫ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോഡ്കാസ്റ്റർ ഉണ്ട്. അപ്പൊ ആ പോഡ്കാസ്റ്റർ 24 മണിക്കൂർ വരുന്ന ഒരു ഇത് ഫുള്ള് ഒഡീസി ഫുള്ള് നറേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് കേട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഈ ഹോമറുടെ കഥയും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലുണ്ട്. ഓഫ് കോഴ്സ് വെൻ യു ഹാവ് ദാറ്റ് സ്റ്റാൻഡേർഡ്, നമ്മൾ കാണുന്ന സിനിമയെ നമ്മുടെ മനസ്സിലുള്ള സ്റ്റാൻഡേർഡുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യും. അഗെയിൻ ഇറ്റ്സ് ആൻ അഡാപ്റ്റേഷൻ. അപ്പൊ അതിൽ തന്നെ അഡാപ്റ്റേഷൻ എപ്പോഴും ഇറ്റ്സ് എ ഫ്രീ വർക്ക് പോലാണ്. ഐ മീൻ ദർ ഈസ് എ ബേസിക് സ്റ്റോറി, എങ്കിൽ പോലും അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആഡിങ് അപ്പോൺ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ, അല്ലെങ്കിൽ റീ ഇന്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയുന്നതാണല്ലോ. അതിൽ അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ടോ അവർക്ക് അത് എടുക്കാം. അതൊക്കെ നോളാൻ എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും പരാതി പറയുന്നതിലോ അല്ലെങ്കിൽ അത് കമ്പാരിസണിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒഡീസി എന്നൊക്കെ പറയുന്നത് ഒരു സെമിനൽ ടെക്സ്റ്റ് ആണ്. അത് മനുഷ്യ ചരിത്രത്തെ തന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള, പേഴ്സണലി ഞാൻ കരുതുന്നത് മനുഷ്യന്മാർ എഴുതിയതിൽ ഏറ്റവും പെർഫെക്റ്റ് കഥ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്ന് ഒഡീസിയാണെന്നാണ്. അപ്പം ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് നോളാൻ എങ്ങനെയൊക്കെയാണ് ഇതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്, അതൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പം ഇതൊക്കെ കൂടി ഒന്ന് പറയാമെന്ന് കരുതി. അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് വേറൊന്നും കൂടെ ഉണ്ട്. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഇതിന്റെ ട്രെയിലർ വന്ന സമയത്ത് ഇതില് ഒരു പ്രധാന കഥാപാത്രം ഹെലന്റെ റോളിലേക്ക് ലുപ്പിറ്റ ഞോങ്കോനെ കാസ്റ്റ് ചെയ്തതിനെ പറ്റി കുറെ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കുറെ പേര് അതിനെതിരായിരുന്നു, കുറെ പേര് അതിന് അനുകൂലമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയ എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിനെപ്പറ്റി പറയാമെന്ന് കരുതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മിത്ത് എന്ന് പറയുന്നത്, ഈ ഒരു കോൺട്രവേഴ്സിയുടെ സമയത്ത് പലരും പറഞ്ഞൊരു ആർഗ്യുമെന്റ് ഇതാണ്. ഇത് ഒറ്റക്കെണ്ണൻ രാക്ഷസന്മാരും 6 തലയുള്ള മോൺസ്റ്റർമാരും ഒക്കെ ഉള്ള ഒരു കഥയാണ്. ഇതിൽ സത്യം എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്. ഇത് സത്യമല്ല ഇതില് പ്രധാനം. ഫാക്ച്വാലിറ്റി അല്ല ഇതിലെ പ്രധാനം, കഥയാണ്. ഇത് കഥ രസമായിട്ടുള്ള അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ് നോട്ട് ദ പ്രോബ്ലം ഹിയർ. അതായത് ഇതൊരു ഈ കഥയിൽ ഇതിന്റെ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ കഥ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൽ
ഈ കഥ മിത്താണ് അല്ലെങ്കിൽ ഇത് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് അല്ല എന്നത് വിഷയമല്ലെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് എ കാറ്റഗറി എറർ. അതായത് ഈ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഈ ഒഡീസി ആസ് എ മിത്ത് ആൻഡ് ആസ് എ കൾച്ചറൽ ഡോക്യുമെന്റ് ഇറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ് എന്ന് കരുതുന്നത് അതൊരു കാറ്റഗറി എറർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ റീസണിങ് ഇങ്ങനെയാണ്. മിത്ത് എന്ന് പറയുന്നത് ഫാക്റ്റ് അല്ല, പക്ഷേ അത് ഫാക്റ്റിനേക്കാളും താഴെയല്ല, മറിച്ച് ഫാക്റ്റിനേക്കാളും മുകളിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഫാക്റ്റ് എന്തെന്ന് നമ്മൾ മലയാളത്തിൽ സത്യം അല്ല എന്നൊരു യാഥാർത്ഥ്യം അല്ലെ വസ്തുത എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഫാക്റ്റ്, വസ്തുത, ഈ ട്രൂത്തും സത്യവും ഏതാണ്ട് ഒന്നായിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ട്രൂത്തിന്റെ ചെറിയൊരു അംശം മാത്രമായിരിക്കും ഫാക്റ്റ് എന്ന് പറയുന്നത്. ട്രൂത്ത് എന്ന് പറയുന്നത് ഫാക്റ്റിനെ ഉള്ളിലടങ്ങുന്ന കുറെ കൂടെ വലിയൊരു കൺസെപ്റ്റാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ഹിസ്റ്റോറിക്കൽ ട്രൂത്തുകൾ, ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകൾ എപ്പോഴും അത്തരം സംഗതികൾക്ക് എപ്പോഴും ആകസ്മികതയുടെ ഒരു ഭാരമുണ്ട്. അതേസമയം മിത്തിന്റെ കാര്യത്തില് മിത്ത് എപ്പോഴും ഒരു കൾച്ചറൽ ലെസൺ ആകാം, അതല്ലെങ്കിൽ ഒരു കൾച്ചറൽ റിഫ്ലക്ഷൻ ആകാം. ഉദാഹരണത്തിന് രാമായണം അല്ലെ മഹാഭാരതം അല്ലെ ഒഡീസി ഇങ്ങനത്തെ മിത്തുകളും ഇങ്ങനത്തെ എപ്പിക് മിത്തുകളൊക്കെ എടുക്കുമ്പം ഇത് അതാത് കൾച്ചറുകൾ അവരുടെ ബെസ്റ്റ് ലുക്കിംഗ് പോർട്രേറ്റ് വരച്ചിരിക്കുന്ന വാക്കുകളിൽ കൂടെ വരച്ചിരിക്കുന്നതാണ് ഈ മിത്തുകൾ എന്ന് പറയാം. ഇത് ഈ സംസ്കാരത്തിന്റെ ഏത് സംസ്കാരമാണോ ഈ മിത്തിനെ ജനിപ്പിക്കുന്നത്, ആ സംസ്കാരത്തിന്റെ റിഫ്ലക്ഷൻ, ആ സംസ്കാരത്തിന്റെ പാഠങ്ങളാണ് മിത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഒഡീസിയിൽ അടങ്ങിയിരിക്കുന്നത് ഗ്രീക്ക് സിവിലൈസേഷന്റെ പാഠങ്ങളാണ്. ഈ ട്രോജൻ യുദ്ധത്തിന് ബേസിസ് ആയ യുദ്ധം നടക്കുന്നത് ഏതാണ്ട് BC 1200-കളിലാണ്, പിന്നീട് 700-കളിലാണ്. അതായത് ഏതാണ്ട് 400 വർഷത്തിലധികം പീരീഡിന് ശേഷമാണ് ഹോമർ ഇത് എഴുതി വെക്കുന്നത്. again ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാർക്ക് ഏജസ് ഉണ്ട്. ആ ഡാർക്ക് ഏജസിന്റെ പീരീഡിൽ ഏതാണ്ട് 400 കൊല്ലം നീളുന്ന 20 തലമുറകൾ നീളുന്ന ഒരു പീരീഡിലൂടെ വാക്കുകളിലൂടെ വാമൊഴിയായിട്ട് പറഞ്ഞ് പകർന്ന് തലമുറകളിലൂടെ അത് രൂപപ്പെട്ട ഒരു നറേറ്റീവാണ് ഒഡീസി, ഇലിയഡ്, ഒഡീസി. ഇപ്പൊ ഇതില് അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ലീനിയർ ബി എന്ന ആദ്യത്തെ ഗ്രീക്ക് ആൽഫബറ്റുകൾ അടക്കം നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് പുതിയ ആൽഫബറ്റുകൾ അഡോപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഹോമർ ഇത് എഴുതി വെക്കുന്നത്. ഹോമർ തന്നെ ഒരാളായിരിക്കില്ല, മിക്കവാറും ഒരു ഗ്രൂപ്പാണെന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് കഥകൾ, ഇലിയഡ് ആദ്യം എഴുതപ്പെടുന്നു, അതിനുശേഷം ഒരു ഏതാണ്ട് 30-50 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഒഡീസി എഴുതി വെക്കുന്നത്. അപ്പം ഏതായാലും ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഏജസ് വരുന്നതും പിന്നീട് ഗ്രീക്ക് സിവിലൈസേഷന്റെ 2ാമത്തെ എപ്പിസോഡിലാണ് ഈ പറഞ്ഞ പോലെ ഈ കഥകളൊക്കെ എഴുതി വെക്കപ്പെടുന്നത്. അപ്പൊ ഇത് വാമൊഴിയായിട്ട് പകർന്നു പോന്നിരുന്ന പല തലമുറകളിലൂടെ പകർന്നു പോന്നിരുന്ന സമയത്ത് ഇത് കഥ പറയുമ്പോൾ ഓഡിയൻസിൽ നിന്ന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. അതിനനുസരിച്ച് കഥ പറയും, നിങ്ങൾക്ക് കഥ മാറ്റാനുള്ളതുണ്ട്. അങ്ങനെ പലതവണ മാറ്റിയും അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു നറേറ്റീവാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ പെർഫെക്റ്റ് നറേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇതിൽ പല ജോണറുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ മെയിൽ മോണോമിത്ത് എന്ന് പറയുന്ന സംഗതിയാണ്, ഹീറോസ് ജേണി എന്നൊക്കെ പറയുന്നത്, ആർക്ക് എന്നൊക്കെ പറയുന്ന ആർക്കിടൈപ്പൽ സ്റ്റോറിയാണ് ഫസ്റ്റ് ഒന്ന്. പിന്നെ ഇതിലൊരു വലിയൊരു ആക്ഷൻ എന്നൊക്കെ നമ്മൾ സിനിമകളുടെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ആക്ഷൻ ഫിലോസഫി ഉണ്ട്. ഇതൊരു സർവൈവൽ സ്റ്റോറിയാണ്. ഇതിൽ ത്രില്ലർ എലമെന്റ്സ് ഉണ്ട്, ഹൊറർ എലമെന്റ്സ് ഉണ്ട്, റൊമാൻറ്റിക് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ എന്താണ് പ്രധാനപ്പെട്ട എല്ലാ ജോണറുകളും അടങ്ങിയിട്ടുള്ള ഒരു നറേറ്റീവും കൂടാണ് ഒഡീസി. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒഡീസി അല്ലെങ്കിൽ ഇതുപോലത്തെ മിത്തുകളൊക്കെ എന്താണ് ഓരോ കൾച്ചറൽ പാഠങ്ങളാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ ഗ്രീക്ക് സിവിലൈസേഷൻ, ആ സിവിലൈസേഷന്റെ പാഠങ്ങൾ അവിടുത്തെ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് പറയാം. കഥകളെ കൂടാണ് അന്നത്തെ കാലത്തൊക്കെ സാമൂഹ്യ പാഠങ്ങൾ പകർന്നു പോന്നിരുന്നത്. അപ്പൊ ഇതില് ഒഡീസിയിൽ തന്നെ ഓരോ എപ്പിസോഡുകൾക്കും അതിൻ്റെതായ അത് എല്ലാം ഓരോരോ അലിഗറികളാണെന്ന് പറയാം. ഈ ഉദാഹരണത്തിന് ലോട്ടസ് ഈറ്റേഴ്സിന്റെ കഥ പറയുമ്പോൾ അത് എപ്പതി ആൻഡ് ഒബ്ലിവിയൻ എന്നൊക്കെ പറയുന്നത്, ഈ ലോട്ടസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ
ഓർമ്മയും പർപ്പസും ഒക്കെ നഷ്ടപ്പെട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ എസ്കേപ്പിസം എന്നൊക്കെ പറഞ്ഞു. ഈ ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം. ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും പർപ്പസും എല്ലാം മറന്ന് ആളുകൾ എസ്കേപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി. അതിനുശേഷം പിന്നെ സൈക്ലോപ്സിന്റെ ഇതിലേക്ക് വരുമ്പോൾ സൈക്ലോപ്സ് ആ കഥ, പോളിഫീമസിന്റെ കഥ സാവേജറി വേഴ്സസ് സിവിലൈസേഷൻ എന്നുള്ള ഒരു സംഗതിയാണ്. ഈ കഥയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം ഇതിലാണ് ഈ ഒഡീസിയസ് എന്ന നായകന്റെ പ്രധാന ഫ്ലോ അല്ലെങ്കിൽ ക്യാരക്ടർ ഫ്ലോ, അയാളുടെ പ്രധാന പ്രശ്നം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന കഥ ഈ പോളിഫീമസുമായിട്ട് ഉള്ള എൻകൗണ്ടറിലാണ്. ഇപ്പൊ ഈ നാട്ടില്, അതായത് അന്നത്തെ ഗ്രീക്ക് സംസ്കാരത്തില് സിയൂസ് എന്നുള്ള ആളാണ് ദേവന്മാരുടെയും രാജാവ്. അപ്പൊ സിയൂസിന്റെ ഒരു നിയമമുണ്ട്, അതിന് സീനിയ എന്ന് പറയും, XENIA. അതായത് സേക്രഡ് ഹോസ്പിറ്റാലിറ്റി. അതായത് നിങ്ങൾ സീനിയ പാലിക്കണം എന്നുള്ളതാണ് ആ സംസ്കാരത്തിന്റെ ആധാരം. നിങ്ങൾ ഒരു നാട്ടിൽ ചെന്ന് നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ അഭയം ചോദിക്കുന്നു, ആ വീടിന്റെ ഉടമസ്ഥൻ ഹീസ് സപ്പോസ് ടു ഹെൽപ്പ് യു ഇൻ എനി വേ പോസിബിൾ and you are supposed to return that favor even after generations. ഒരു സംസ്കാരം നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ പോളിഫീമസ് സീനിയ ആചരിക്കാത്ത, സീനിയ പാലിക്കാത്ത, അത് നിയമം അനുശാസിക്കുന്നത് പോലെ ജീവിക്കാത്ത ഒരു ജീവിയാണ്. അപ്പം ഈ നിയമത്തെ വെല്ലുവിളിക്കുന്ന മായ ഒരു ഭീകര സ്വത്വം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ആവശ്യമായിട്ടുള്ള എല്ലാതരം നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയെ എങ്ങനെ നേരിടണമെന്നാണ് ഈ സൈക്ലോപ്സിന്റെയും പോളിഫീമസിന്റെയും എപ്പിസോഡ് പറയുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗുഹയിൽ അകപ്പെടും, പിന്നെ അവിടുന്ന് രക്ഷപ്പെടും. അപ്പം രക്ഷപ്പെട്ട് പോരുന്ന വഴിക്ക് കടലിലെത്തി, ഇവര് കപ്പലിലൊക്കെ കയറുമ്പം ഒഡീസിയസ് വിളിച്ചു പറയും, പോളിഫീമസ് ഒറ്റക്കണ്ണൻ രാക്ഷസ, നീ കേട്ടോ, നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നിന്റെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടയാള് വെറും നോമാൻ അല്ല, ഇല്ലാത്ത മനുഷ്യനല്ല, എൻ്റെ പേര് ഒഡീസിയസ് എന്നാണ്, എൻ്റെ അപ്പൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന നാട്ടിൽ നിന്നാണ് വരുന്നത്, ഈ ഡീറ്റെയിൽസ് എല്ലാം പറയും. അപ്പൊ അന്നത്തെ ഒരു ഇത് ഈ ദൈവങ്ങളൊക്കെ ഈ കഥയിലെ എമ്പാടും ഉണ്ട്. അപ്പൊ ഈ പോളിഫീമസ് തന്നെ പൊസൈഡോൺ എന്നൊരു സമുദ്രദേവന്റെ മകനാണ്. അപ്പൊ സമുദ്രദേവനാണ് ഈ കടലിലെ കാറ്റിനെയും തിരമാലകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ദേവന്മാർക്ക് മനുഷ്യന്മാരെ ശപിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, പവറൊക്കെ ഉണ്ട്. അപ്പം ഒരാളെ ശപിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അറിയണം. ഒന്ന് പേര്, ഒന്ന് അപ്പൻ്റെ പേര്, പിന്നെ ഒന്ന് അയാളുടെ നാട് എവിടെയാണ്, അഡ്രസ്സ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒഡീസിയസ് വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് അയാളുടെ ഹ്യൂബ്രിസ് എന്ന് പറയും. ഇപ്പൊ അതായത് അപകടകരമായ ആത്മവിശ്വാസം അല്ലെ അഹങ്കാരം എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇതാണ് അയാളുടെ മേജർ ക്യാരക്ടർ ഫ്ലോ. അപ്പൊ ഈ ഹ്യൂബ്രിസ് കാരണമാണ് ഇയാളുടെ ഐഡന്റിറ്റിയും അപ്പന്റെ പേരും ഇതുപോലെ നാടിന്റെ പേരും ഒക്കെ ഈ പോളിഫീമസിന്റെ അടുത്ത് വിളിച്ചു പറയുന്നത്. ഹീസ് എ വാരിയർ, ഹീസ് ഒരു യോദ്ധാവാണ്, മാത്രമല്ല ഒരു രാജാവും കൂടാണ്. അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന ഹ്യൂബ്രിസ് ഉണ്ട്. അപ്പം ഈ പേരും ഡീറ്റെയിൽസും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പോളിഫീമസ് അവന്റെ അപ്പൻ പൊസൈഡോൺ എന്ന് പറയും. അങ്ങനെ പൊസൈഡോൺ ശപിക്കുന്നത് കൊണ്ടാണ് ഈ ഒഡീസിയസും കൂടെയുള്ളവരും കഷ്ടപ്പെട്ട് 10 കൊല്ലത്തോളം അലഞ്ഞ് നടക്കേണ്ടി വരുന്നത്. അപ്പം അതങ്ങനെ ഒരു കഥ. അപ്പം ഇതിന്റെ അലിഗറിക്കൽ മീനിങ് ഞാൻ പറഞ്ഞു. പോളിഫീമസ് ഈ പറഞ്ഞ പോലെ ഒരു സംസ്കാരത്തിന് ഭീഷണിയാവുന്ന ലോലെസ് നിയമരഹിതമായ ശക്തികളെ എങ്ങനെ നേരിടണമെന്നാണ്. പിന്നെ അതിലൂടെ ഹ്യൂബ്രിസ് എന്ന സംഗതി, ഹ്യൂബ്രിസ് മീറ്റ്സ് നെമെസിസ് എന്നുള്ളതാണ് ഒരു പ്രധാന കൾച്ചറൽ പാഠം ഇതിൽ. അതായത് അപകടകരമായ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ യു വിൽ ഏൺ എ നെമെസിസ്, ആജീവനാന്ത ശത്രു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതി. അപ്പൊ അങ്ങനെ ആ ഒരു പൊസൈഡോണാണ് ഒഡീസിയസിന്റെ നെമെസിസ്. അപ്പൊ പൊസൈഡോണിന്റെ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഒഡീസിയസും കൂട്ടുകാരും കടലിൽ ഒഴുകി നടക്കേണ്ടി വരുന്നു. കുറെ പേര് 600 സൈനികരുമായിട്ടാണ് പുള്ളി പോരുന്നത്. അതില് ഒഡീസിയസ് അല്ലാതെ എല്ലാവരും മരിക്കും അവസാനം എത്തുമ്പോഴേക്കും. അപ്പം ഈ കഥകളെല്ലാം ഒഡീസിയസ് പിന്നീട് പറയുന്നതാണ്. ഫൈക്കിയൻസിന്റെ ദ്വീപിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ആളുകളോട് ഒഡീസിയസ് പറയുന്ന കഥയാണ് ഇതെല്ലാം. അപ്പം പുള്ളിക്ക് അവിടുന്ന് വേറൊരു കപ്പലും സാധനങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ച് ഇതാക്ക എന്ന സ്വന്തം നാട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് വേണം തീർച്ചയായിട്ടും.
ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കി പറയുന്നതാണ് ഹീസ് ദി അൾട്ടിമേറ്റ് അൺറിലയബിൾ നറേറ്റർ എന്ന് പറയുന്ന ഒഡീസിയസ് എന്ന കഥാപാത്രം. അത് കഥയുടെ വേറൊരു ഡയമെൻഷനാണ്. And we go by thinking his experiences and his stories. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥകളാണ്. ഓരോന്നും ഭയങ്കര വെറൈറ്റി കഥകളാണ്. ഈ സൈക്ലോപ്സിന്റെ എപ്പിസോഡിന് ശേഷമാണ് ലാസ്ട്രഗോണിയൻസ് എന്ന് പറയുന്ന ഭീകരരൂപികൾ. അതേസമയം ദേ അപ്പിയർ കൾച്ചേർഡ് ബട്ട് ദേ ആർ ബ്രൂട്ടൽ ആൻഡ് ക്രൂവൽ. അപ്പൊ ഒഡീസിയസിന്റെ കൂടെയുള്ള 12 കപ്പലിൽ 11 കപ്പലും നഷ്ടപ്പെടുന്നത് ലാസ്ട്രഗോണിയൻസ് നശിപ്പിക്കുന്നതാണ്. അത് സിനിമയിലൊക്കെ അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ അതിനുശേഷം സെർസി എന്ന് പറയുന്നത് ഈ ദുർമന്ത്രവാദി എന്നൊക്കെ പറയുന്നത്, വിച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇത്. അപ്പൊ അതിൽ സെർസിയുടെ അടുത്ത് ആദ്യം ഒഡീസിയസ് ചെല്ലുന്നില്ല. ഒഡീസിയസിന്റെ കൂടെയുള്ള പടയാളികളാണ്, കുറച്ചു പേരാണ് ആദ്യം സെർസിയുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ ഇവര് തിന്നുന്ന ആക്രാന്തമൊക്കെ കണ്ടിട്ട് സെർസി ഇവരെ പന്നികളാക്കി മാറ്റും. സിനിമയിൽ അത് ഇൻട്രസ്റ്റിംഗ് ഒരു സീക്വൻസ് ആയിട്ടുണ്ട്. ഈ കഥയുടെ ഇത് പ്രൈമൽ ടെംപ്റ്റേഷൻ ആൻഡ് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ള സംഗതിയാണ്. അപ്പൊ അതായത് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ആക്രാന്തം കാണിച്ചാൽ മാനം പോകുന്നു, ഏതാണ്ട് അതുപോലത്തെ ഒരു സംഗതിയാണ്. ഇവരെ ആക്രാന്തം കാണിച്ച് പന്നികളെ പോലെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടാണ് സെർസി അവരെ പന്നികളാക്കി മാറ്റുന്നത് എന്നാണ് പറയുന്നത്. ഈ മെയിൽ ഷോവിനിസ്റ്റ് പിഗ് എന്ന് പറയുന്ന ഒരു സബ് ടെക്സ്റ്റ് വേണം ഇതിലുണ്ടെന്ന് പറയാവുന്നതാണ്. അങ്ങനെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. That means Cersei probably had some violent past with men, nasty experiences from men in the past. We don't know that, but അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതാണ് ഈ കഥകളുടെയൊക്കെ ഒരു ഭംഗി. അതാണ് ഇതുപോലത്തെ ഒത്തിരി ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അതിനുശേഷം ഇവർ അണ്ടർവേൾഡിൽ പോകുന്നു. അവിടെ ആ കഥ മോർട്ടാലിറ്റി ആൻഡ് ലെഗസി എന്ന് പറയുന്ന ഐഡിയയെ പറ്റിയിട്ടാണ്. അവിടെ അഗമെമ്നോൺ പറയുന്ന കാര്യങ്ങളും അഗമെമ്നോൺ പറയും, കൂടെ അക്കിലസും പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര തോട്ട്ഫുൾ ആൻഡ് ഡീപ്പ് എന്ന് പറയാവുന്ന സംഗതികളാണ്. അത് ജീവിതത്തിന്റെ അർത്ഥം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. പിന്നീട് സൈറൻസ് മനോഹര ശബ്ദമാണ്, സംഗീതം എന്നൊക്കെ പറയാം, മനോഹര ശബ്ദമാണ്. അപ്പൊ ഇത് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി കൂടെയുള്ള പടയാളികളുടെയൊക്കെ ചെവിയിൽ ഒരു മെഴുക് ഉരുകി ഒഴിച്ചിട്ടാണ് ഇവർ ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ അവിടെ. കാരണം ഈ ശബ്ദം കേട്ടാൽ എല്ലാവരും ഇതിന്റെ പുറകെ പോകും. അതേസമയം ഒഡീസിയസിനെ അവർ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഒഡീസിയസ് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ അഴിച്ചു വിടരുത്. കാരണം ഈ സൈറൻസിന്റെ ശബ്ദം കേട്ട ആരും പിന്നീട് ജീവനോടെ ഇരുന്നിട്ടില്ല. കാരണം ഇവരുടെ സൈറസിന്റെ ശബ്ദം കേൾക്കുന്ന ആരും സൈറസിന്റെ പുറകെ പോകും, ആൻഡ് അവരെ നശിപ്പിച്ചു കളയും. അപ്പം ഇത് ഒരേ സമയം ഇന്റലക്ച്വൽ വാനിറ്റിയെ കുറിച്ചും അതേപോലെ കേൾക്കാൻ മനോഹരമായ സംഗതികൾ എന്ന് പറയുമല്ലോ. അപ്പൊ അതൊരു the road to hell are paved with the good intentions എന്ന് പറയുന്നത്, ഗുഡ് ഇന്റൻഷൻസ് ആൻഡ് ഗുഡ് പ്രോമിസസ്. അപ്പൊ ആ പറയുന്നത് പോലെ നമുക്ക് നല്ല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാത്തിനെയും സംശയത്തോടെ കാണണം എന്നുള്ളൊരു പാഠമാണ് ഈ സൈറൻസിന്റെ. അതിനുശേഷമാണ് സില്ല ആൻഡ് ചബ്രിഡിസ് എന്ന് പറയുന്നത്. അത് ദിസ് ഈസ് അബൌട്ട് ഇമ്പോസിബിൾ ചോയ്സസ്, ചെകുത്താനും കടലും പോലെ പ്രാക്ടിക്കലി. അപ്പം അതായത് വി വിൽ ഹാവ് ടു ഡു ട്രേഡ് ഓഫ് എന്നുള്ളതാണ് ആ ഒരു കഥയുടെ മീനിങ്. പിന്നെ കാറ്റിൽ ഓഫ് ദ സൺ, അതായത് സിയൂസിന്റെ പശുക്കള്. അപ്പൊ ഈ പശുക്കളെ കൊന്നു നിന്നാൽ സിയൂസ് ഇവരെ ശവിക്കൂന്ന് അറിയാം. ഒഡീസിയസ് തിന്നുന്നില്ല, പക്ഷെ ഒഡീസിന്റെ കൂടെയുള്ള ആൾക്കാരെ ഈ പശുവിനെ കൊന്നു തിന്നുക. പശുക്കള് ചാവാത്ത പശുക്കളാണ്, അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അഗെയിൻ ഇറ്റ് ഈസ് അബൌട്ട് ഇമ്പൾസ് ആൻഡ് ഷോർട്ട് ടൈം ഗ്രാറ്റിഫിക്കേഷൻ. പിന്നെ കലിപ്സോയുടെ ഐലൻഡിലെത്തും. കലിപ്സോ ഇസ് ലൈക്ക് എ നിംഫ്, പാർഷ്യൽ ഗോഡസ് എന്ന് വേണേൽ പറയാം, ഒരു സെക്സ് ഗോഡസ് ആണ്. അപ്പൊ അവരുടെ ഒരു സെക്സ് സ്ലേവ് ആയിട്ടാണ് ഒഡീസിയസ് അവിടെ 7 കൊല്ലം താമസിക്കുന്നുണ്ട്. സോ അഗെയിൻ കംഫർട്ട് വേഴ്സസ് ഹ്യൂമൻ പർപ്പസ് എന്നുള്ളൊരു സംഗതി. ഇപ്പോൾ ഈ കലിപ്സോ ഒരു യുവതിയായ നിംഫാണ്. അവൾക്ക് അമരത്വം ഓഫർ ചെയ്യാൻ പറ്റും, എല്ലാ കാലത്തും ജീവിക്കാനുള്ള അമരത്വം ഓഫർ ചെയ്യാൻ പറ്റും. അതേസമയം ഒഡീസിയസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തിരിച്ച് ഇഥാക്കയിലെത്തുക, ഗോ ബാക്ക് ടു ഹിസ് വൈഫ് പെനലോപ്പി ആൻഡ് ബി ദ കിങ് ഓഫ് ഇഥാക്ക അഗൈൻ. അതാണ് പുള്ളിയുടെ പർപ്പസ്. സോ ആ ആളുകളുടെ മുമ്പിലുള്ള എറ്റേണൽ ടെംപ്റ്റേഷനിൽ ഒന്ന് ഇതാണ് അമരത്വം എന്ന് പറയുന്ന സംഗതി, കംഫർട്ട് ആൻഡ് അമരത്വം. ഇത് രണ്ടും വേണ്ടെന്ന് വെച്ചിട്ടാണ്
ഒഡീസീസിന് ഇഥാക്കിലേക്ക് പോകേണ്ടത്. അപ്പൊ ഈ ഒരു ടെംപ്റ്റേഷനെ കുറിച്ചാണ് കാലിപ്സോ ഐലൻഡിലെ സംഭവങ്ങൾ. അപ്പം അതായത് ഈ കഥകളെല്ലാം ഒന്നുകിൽ ടെംപ്റ്റേഷൻസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രഗിളിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ അന്തർലീനമായ ബലഹീനതകളെ കുറിച്ചും അങ്ങനെയുള്ള അത് ഈ സ്യൂസിന്റെ പശുക്കളെ തിന്നുന്നതും പിന്നെ വിശപ്പ് ഒരു ബലഹീനതയാണ് പലർക്കും. അതുപോലെ തന്നെ സർസിയുടെ അടുത്ത് ചെല്ലുമ്പം ഒത്തിരി നാള് ഭക്ഷണം കഴിക്കാതിരുന്ന വലിയ വിശപ്പുള്ള ആളുകൾ ആക്രാന്തത്തോടെ കഴിച്ച് ദിസ് ആർ ഓൾ പേഴ്സണൽ ഫ്ലോസ് ദാറ്റ് പീപ്പിൾ മേ ഹാവ്. അപ്പം ബേസിക്കലി ഈ കഥകളൊക്കെ പറയുന്നത് ഒരു നല്ല മനുഷ്യരായിട്ട് ജീവിച്ചിരിക്കാനും ഒരു സംസ്കാരം മുന്നോട്ട് പോകാനും എന്തൊക്കെ കൾച്ചറൽ ലെസൺസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഒഡീസി പറയുന്നത്. ആൻഡ് ഈ കഥകളൊക്കെ പലതും ഈ കഥകളുടെ പാഠങ്ങൾ പലതും ഇന്നും വാലിഡാണ് ടു ബി ബെറ്റർ ഹ്യൂമൻസ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കഥകൾ ഇന്നും റെലവെന്റ് ആയിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഒഡീസി നോളാന്റെ മൂവിയിലേക്ക് വരുമ്പം നോളാൻ ഈ മൂവി അഡാപ്റ്റേഷനിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആദ്യം തന്നെ എന്താണ്, ഒഡീസിസിനെ കാണിക്കുമ്പോൾ തന്നെ പുള്ളി കലിപ്സോയുടെ ഐലൻഡിലാണ്. അപ്പൊ അവിടുന്ന് പുള്ളി ലോട്ടസ് ചോദിച്ചു വാങ്ങി തിന്നുന്നതാണ് കാണിക്കുന്നത്. അഗൈൻ ആ ലോട്ടസ് ഈറ്റേഴ്സ് അത് ശരിക്കും വേറൊരു കഥയാണെങ്കിൽ പോലും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് ഫോർ കൺവീനിയൻസ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒഡീസിയസ് ഹ്യൂമൻ പർപ്പസിനെ മറന്ന് കംഫർട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഒഡീസിയസിനെ അവതരിപ്പിക്കുന്നത്. ദിസ് ഇസ് എൻറ്റയർലി ട്വിസ്റ്റഡ്. ഒഡീസിയസിനെ എൻറ്റയർലി ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പോളിഫീമസിന്റെ കഥയിലേക്ക് വരുമ്പം പോളിഫീമസുമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം നോളാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഒന്നൊരു പ്രാക്ടിക്കൽ വിഷയമാണ്. അതായത് ഈ സിനിമയിലെ പോളിഫീമസ് ഒരു ഭീകര സത്വമാണ്, വലിയ മാസീവ് സൈസ് ഉള്ളതാണ്, ഒറ്റ കണ്ണും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സത്വത്തെ വിഷ്വലി പ്രസന്റ് ചെയ്യുമ്പം അതിനെ കൊണ്ട് ഹ്യൂമൻ ലാംഗ്വേജ് സംസാരിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇറ്റ് ആഡ്സ് ടു ദ അൺബിലീവബിലിറ്റി. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ എപ്പിസോഡ്, ഈ പോളിഫീമസ് എപ്പിസോഡ് ആസ് ഇറ്റ് ഈസ് സിനിമയിൽ പുൾ ഓഫ് ചെയ്യാൻ പാടാണ്. കാരണം അത് ഇതിന്റെ വിഷ്വൽ എലമെന്റ്സും ഇതിലെ ടെക്സ്റ്റൽ എലമെന്റ്സും കൂടെ സിങ്ക് ആവില്ല, ഭയങ്കര പാടായിരിക്കും. കാരണം ഒരു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതായത് ഈ സിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഒഡീസീസ് പോളിഫീമസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ സിനിമയിൽ അതൊന്നും ഇല്ല. അപ്പം അതൊന്നും ഇല്ല. അത് മാത്രമല്ല, ഒഡീസിയസ് അവസാനം എന്താണ്, തൻ്റെ ഹ്യൂബ്രിസ് കാരണം തൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ വിളിച്ചു പറയുന്ന ആ സംഗതികളൊന്നും സിനിമയിലില്ല. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇയാളുടെ മേജർ ക്യാരക്ടർ ഫ്ലോ എന്താണെന്നുള്ളത് സിനിമയിലില്ല. അത് നോളാൻ എടുത്ത് മാറ്റി. സോ ക്യാരക്ടർ ഫ്ലോ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ബോറിംഗ് ആയിരിക്കും. again, there are perfect characters, അത് വേറൊരു വിഷയമാണ്. they are very rare. അതല്ലാതെ ബാക്കി ഏത് നോർമൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ they have to have a flow, character flow. കുറവുകളും കുറ്റങ്ങളും ഉള്ള മനുഷ്യന്മാരെ ആ കുറവിനോടും കുറ്റത്തോടും കൂടെയാണ് പ്രേക്ഷകരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം ഈ ഹ്യൂബ്രിസ് എന്ന ഫ്ലോ ഇല്ലാന്നാക്കുമ്പം അതിന് പകരം വേറൊരു ക്യാരക്ടർ ഫ്ലോ കൊടുക്കും. അത് ഒഡീസീസിന്റെ നോളാൻ കൊടുക്കുന്ന ക്യാരക്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ PTSD എന്നൊക്കെ പറയുന്നത്. യുദ്ധത്തിൽ വരുന്ന യുദ്ധത്തിൽ അയാൾ ചെയ്യേണ്ടി വരുന്ന ക്രൂരതകള്, വയലൻസ്, ഇതൊക്കെ കണ്ട് PTSDയും പിന്നെ അതിന്റെ പേരിൽ ഡിപ്രഷനും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ഒഡീസീസിനെ അവതരിപ്പിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ടു ടോക്ക് ടു ദി ദ പ്രസന്റ് ജനറേഷൻ. ഇപ്പം അതേസമയം ഹോമറിന്റെ ഒഡീസിയസ് ഇതുപോലെ ഒരു മനുഷ്യനല്ല. അയാളെ PTSD കൊണ്ടോ ഗിൽറ്റ് കൊണ്ടോ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനല്ല. കാരണം ഹി ഈസ് കമ്മിങ് ഫ്രം എ ഓണർ കൾച്ചർ. അപ്പം ഓണർ കൾച്ചർ ആയതുകൊണ്ടാണ് ശരിക്കും ഈ ട്രോജൻ യുദ്ധം തന്നെ നടക്കുന്നത്. ഹെലൻ, മെലനൗസിന്റെ ഭാര്യ ഹെലൻ, മെലനൗസ് ഒരു രാജാവാണ്, അഗമെമ്നോൺ എന്ന ചക്രവർത്തിയുടെ ബ്രദറാണ്. അപ്പം മെലനൗസിന്റെ ഭാര്യ ഹെലനെ പാരീസ് എന്ന് പറയുന്ന ആള് തട്ടിക്കൊണ്ടു പോകുന്നതാണോ അതോ പ്രലോഭിച്ചു കൊണ്ടുപോകുന്നതാണോ, രണ്ടിനും
ഇന്റർപ്രിട്ടേഷൻ സാധ്യതകളുണ്ട്. അഗൈൻ ദൈവങ്ങൾ തമ്മിൽ നടത്തിയ ഒരു പന്തയത്തിൽ അഫ്രഡൈറ്റിസ് കാമദേവൻ ജയിക്കുകയും അയാളാണ് പാരിസ് എന്നയാൾക്ക് ഏറ്റവും സുന്ദരിയായ യുവതിനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ആ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഹെലനെ ഇതുപോലെ പാരീസ് കൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നത്. അഗൈൻ പാരീസ് ഒരു രാജാവിന്റെ ഭാര്യയാണ്. അഗൈൻ അന്നത്തെ ഓണർ കൾച്ചറിൽ ഈ പറഞ്ഞ പോലെ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ പിള്ളേരുടെ പിതൃത്വം തെളിയിക്കാനുള്ള DNA ടെസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു കൾച്ചറാണ്. അപ്പം മനുഷ്യന്മാര് കൃഷിയും ഒക്കെ ആയിട്ട് ജീവിച്ചു തുടങ്ങി, സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ വന്ന് ഇവർ അങ്ങനത്തെ ഏതാണ്ട് ആദ്യകാലത്തെ വലിയൊരു സിവിലൈസേഷനാണ് ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അപ്പൊ ഈ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോകുന്നത് ഇറ്റ് ഹാസ് ടു ഹാവ് ആൻ ഓർഡർ. അപ്പൊ ആ ഓർഡർ വരുന്നത് ഫാമിലി എന്ന കൺസെപ്റ്റിൽ നിന്നാണ്. അപ്പം ഈ ഫാമിലി എന്ന് പറയുന്ന സംഗതി വിശ്വസനീയമാകണം എന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് അയാളുടെ ഭാര്യ പ്രസവിക്കുന്നത് അയാളുടെ കുട്ടികളാണ്. അതല്ലെങ്കിൽ അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് അയാളുടെ മക്കൾക്ക് കാശെന്നല്ല സമ്പത്ത് അയാളുടെ മക്കൾക്ക് കൊടുക്കണമെന്നാണ്. അതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു ലെഗസി ആയിട്ട് തുടർന്ന് പോരണം. അപ്പം അവിടെ ഈ ഓണർ എന്ന് പറയുന്ന ചാസ്റ്റിറ്റി അല്ലെ ഫിഡലിറ്റി എന്നൊക്കെ പറയുന്ന സംഗതി അവിടെ ഭയങ്കര വാല്യുബിൾ ആണ്. കാരണം ഇതില്ലെങ്കിൽ കുടുംബം എന്ന വ്യവസ്ഥ തകർന്നു പോകും. അപ്പൊ ആ കുടുംബം എന്ന വ്യവസ്ഥ നിന്നാൽ മാത്രമേ ഈ സംസ്കാരം കണ്ടിന്യൂ ചെയ്ത് പോവുകയുള്ളൂ. അപ്പൊ ഈ സംസ്കാരം കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഈ ഓണർ എന്ന സംഗതി അവിടെ ഭയങ്കര പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ ഓണർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെലനെ റീക്ലെയിം ചെയ്യാൻ വേണ്ടി ഇവർ ഇപ്പൊ യുദ്ധം ചെയ്യുന്നത്. ഹെലൻ ഏറ്റവും സുന്ദരിയായ യുവതി ആയതുകൊണ്ടല്ല യുദ്ധം നടക്കുന്നത്, മറിച്ച് ഹെലൻ ഈസ് ദ വൈഫ് ഓഫ് സംവൺ ആൻഡ് ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദ ഓണർ. ആ ഓണർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോജൻ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഇതുപോലൊരു ഓണർ കൾച്ചറിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഈ കഥ ഇങ്ങനെയാകുന്നത്. അപ്പൊ അതിൽ PTSD ഒന്നും അല്ല അവിടെ വിഷയം, മറിച്ച് ഓണറാണ് അവിടുത്തെ വിഷയം. അതുപോലെ തന്നെ ഹി ഈസ് നോട്ട് മോട്ടിവേറ്റഡ് ബൈ ഗിൽറ്റ്. അതൊക്കെ പിന്നീട് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ ഇതുപോലെ നോളാനോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആർ യു ക്രിസ്ത്യനൈസിങ് ഒഡീസി എന്ന് പറഞ്ഞു. പ്രാക്ടിക്കലി he is doing that. He is Christianizing Odyssey, and because it communicates to the current population. Again, ഒഡീസി എന്ന് പറയുന്ന ഒരു കഥ ഇതുപോലെ പലരും പലതവണ മാറ്റി എഴുതിയ ഒന്നാണ്. വിർജിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ആദ്യം ഒഡീസിയെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഒഡീസി ഒത്തിരി തവണ വിർജിലിനെ ഒത്തിരി റീഫ്രെയിം ചെയ്താണ് അവതരിപ്പിക്കുന്നത്. കാരണം വിർജിൽ ബിലോങ്സ് ടു ദ റോമൻ സിവിലൈസേഷൻ which is used to be an offshoot of Greek civilization എന്ന് പറയാം. പക്ഷെ രണ്ടും ഇത്തിരി വ്യത്യാസമുണ്ട്. ഈ റോമൻ സിവിലൈസേഷനെ സംബന്ധിച്ച് അവർക്ക് ഗ്രീക്കുകാരോട് അത്ര വലിയ താല്പര്യമില്ല. കാരണം ഗ്രീക്ക് യൂസ് ടു ബി ദ പവർഫുൾ അറ്റ് സം പോയിന്റ്. BC 600 ആ ഒരു പീരീഡിലൊക്കെ. പിന്നീട് BC 300 ഒക്കെ ആകുമ്പോഴേക്കുമാണ് റോമൻ സിവിലൈസേഷൻ. പിന്നെ അതിനുശേഷമാണ് റോമന്റെ പീരീഡ്. അപ്പൊ മുമ്പ് വന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ റോമൻസിന് ഗ്രീക്കിനോട് ഈ പറഞ്ഞ അവര് പല മോശം സംഗതികൾ ഈ ഗ്രീക്സിനെ മോശമായിട്ട് കാണിക്കുന്ന പല സംഗതികളും ഇവർ ഒഡീസിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒഡീസി ഇലിയഡിലേക്കും രണ്ടിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ അഗമെമ്നോൺ സ്വന്തം മകളെ ബലി കൊടുക്കുന്ന കഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നീട് ആഡ് ചെയ്തു. ഹോമർ എഴുതിയ കഥയിൽ അതില്ല. ബട്ട് ഇറ്റ് മേക്സ് സെൻസ് because it justifies ഈ ക്ലൈറ്റനെസ്ട്ര അഗമെമ്നോന്റെ വൈഫ് എന്തുകൊണ്ട് അഗമെമ്നോൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്തുകൊണ്ട് അയാളെ കൊല്ലുന്നു എന്നുള്ള സംഗതിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാളുടെ കൊച്ചിനെ തന്നെ ബലി കൊടുത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു കഥ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ടു പോർട്രേ അഗമെമ്നോൺ ആസ് എ ബാഡ് ഗായ് എന്ന് വേണമെങ്കിൽ പറയാം. Okay, so that's the beauty of the epic. It has been retold many times and several things are added to it all the time, and Nolan is retelling it in a different way, but also he's adding a lot of things. അത് ഏറ്റവും കൃത്യമായിട്ട് വരുന്ന ഒന്ന് ലെസ്ട്രഗോണിയൻസിന്റെ ആ ഒരു പാസേജിലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ലെസ്ട്രഗോണിയൻസിന്റെ രൂപവും അല്ലെങ്കിൽ അവരുടെ പടച്ചട്ടുകളും എല്ലാം മധ്യകാല യൂറോപ്യൻ
എസ്തെറ്റിക്സ് ആണ് നോളാൻ പിന്തുടരുന്നത്. എഗെയിൻ നോളാൻ അവരുടെ കപ്പൽ, ഒഡീസിസിന്റെ കപ്പലൊക്കെ വൈക്കിംഗ്, അവരുടെ കപ്പലിന്റെ ഒക്കെ രൂപം അതൊക്കെയാണ് സിനിമയിൽ കൊടുക്കുന്നത്. എഗെയിൻ യുനോ ഈ കഥകളെ റീറ്റെയിലിംഗ് മാത്രമല്ല ടെമ്പറലി ഷിഫ്റ്റ് ചെയ്യാൻ കൂടെയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് എക്സസൈസ്. സോ വിഷ്വലി ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു അതായത് ഈ സ്പീൽബർഗ് ഒക്കെ തുടരുന്ന ഒരു പാറ്റേൺ. അതായത് പണ്ടത്തെ ഹോളിവുഡ് സിനിമകളുടെ ഒരു ശൈലി എന്ന് പറയുന്നത് അരമണിക്കൂർ ആക്ടുകൾ ആണ്. ഞാൻ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പം സ്പീൽബർഗും അങ്ങനെയുള്ള കുറച്ച് റോൺ ഹോവാർഡ് അങ്ങനത്തെ കുറച്ച് ഡയറക്ടേഴ്സ് കൊണ്ടുവന്ന ഒരു ഇതാണ് 10 മിനിറ്റ് സെഗ്മെന്റ്സ്. ഈ ഒരു 10 മിനിറ്റ് ആളുകളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു നിർത്തുക, അതിനുശേഷം ഗിയർ മാറ്റി വേറൊരു 10 മിനിറ്റ്. അതാണ് നറേറ്റീവ് ടെക്നിക്ക് അവരുപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ മിക്കവാറും സിനിമകളൊക്കെ ഹിറ്റ് ആവുന്നത്. അപ്പം ഇതിൻ്റെ അകത്തും ചെയ്തതാണ് ഒരു 10 മിനിറ്റ് കുറച്ച് ഡയലോഗും ഒക്കെയുള്ള ഡ്രാമയൊക്കെ ഉള്ള ഒരു സീക്വൻസുകൾ വരും. അതിനുശേഷം വേറൊരു സെറ്റ് പീസ്, അതിനുശേഷം കുറച്ച് ഡയലോഗ് സീൻസ്, അതിന് പിന്നെ ഒരു സെറ്റ് പീസ്, അങ്ങനെ സെറ്റ് പീസ് ഡ്രാമ ഇങ്ങനെ പുട്ടും പീരയും പോലെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് സോ എൻഗേജിങ്. നോളാൻ പണ്ട് മുതലേ എങ്ങനെയാണ് പുള്ളി ഇതുപോലെ മൾട്ടിപ്പിൾ സെനാരിയോസ് ബിൽഡ് ചെയ്തിട്ട് ആ സെനാരിയോസ് എല്ലാം ഇന്റർകട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഇതിൽ വരുമ്പോൾ ഈ ഒഡീസിയില് കുറെ ഭാഗം ഡ്രാമയാണ്. ആദ്യത്തെ ടെലിമാക്കി എന്ന് പറയുന്ന ടെലിമാക്കസും പെനലപ്പയൊക്കെ ഉള്ള ഇവരുടെ കഥ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗങ്ങൾ കുറെ 4 പുസ്തകങ്ങളോ മറ്റുണ്ട്. അത് മോസ്റ്റ്ലി ഡ്രാമയാണ്. അതിനുശേഷം അവസാനം വരുന്ന സമയത്തും കുറെ ഡ്രാമയാണ്. അപ്പൊ നോളാന് ഈ ഏതാണ്ട് ഹോമറുടെ അതേ നറേറ്റീവ് സ്ട്രക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില പാസേജസ് എടുത്ത് കളയുന്നുണ്ട്, പിന്നെ കുറച്ച് ക്യാരക്ടർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇടയ്ക്ക് മാറ്റുന്നൊക്കെ ഉണ്ട്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ദാറ്റ് ടേക്സ് അവേ ദ ഡെപ്ത് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ബട്ട് അഗെയിൻ ഹി സിംപ്ലിഫൈങ് ദ നറേറ്റീവ്. അതിൻ്റെ കൂടെ ചെയ്യുന്ന വേറൊന്ന്, ഇലിയഡിലെ ട്രോജൻ യുദ്ധത്തിന്റെ ഡീറ്റെയിൽസ് കുറെ സെറ്റ് പീസുകളായിട്ട് പുള്ളി ഈ പുട്ടിന് പീര പോലെ ഈ ഡ്രാമയ്ക്കിടയിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിഷ്വലി എൻഗേജിങ് ആൻഡ് ഓൾസോ ഈ അരമണിക്കൂർ ഒരുമിച്ച് ഡ്രാമ സീൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ബോറടിക്കും. അപ്പൊ ആ ഡ്രാമ സീൻസ് എല്ലാം ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടി മറിച്ച് ഇതിന് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സെറ്റ് പീസസ് കൊണ്ടുവെക്കുക. അതിൻ്റെ അകത്തുനിന്ന് അധീന എന്ന് പറയുന്ന ദേവി, ആ ഒരു ഒറ്റ ക്യാരക്ടർ മാത്രമേ ദൈവമായിട്ടുള്ളൂ. ബാക്കി സിയൂസും പൊസൈഡോണും അങ്ങനത്തെ ദേവന്മാരൊന്നും ഈ സിനിമയിലില്ല. സോ ഹീസ് കൈൻഡ് ഓഫ് മോർ ഹ്യൂമനൈസിങ് ദ നറേറ്റീവ്. അപ്പൊ അതിൻ്റെ കൂടെ ആകെ അധീന എന്ന് പറയുന്ന ഒരു ദേവിയെ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ആ അധീന എന്ന് പറയുന്നതിന് പണ്ട് ട്രോജൻ യുദ്ധത്തിന്റെ സമയത്ത് ഒഡീസീസ് കൊന്നുകളയുന്ന ഒരു കൊച്ചിന്റെ രൂപത്തിലേക്കാണ് ആരോപിക്കുന്നത്. അനദർ വേ ടു അനദർ ഇന്റർപ്രിട്ടേഷൻ യു ക്യാൻ പുട്ട് ദെയർ. അപ്പൊ അങ്ങനെയൊക്കെ അതായത് പുട്ടിന്റെ പീര പോലെ സെറ്റ് പീസസ് ആഡ് ചെയ്തിട്ട് സിനിമ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന ഒരു ഇതാണ്. വിഷ്വലി ഭയങ്കര എൻഗേജിങ് ആണ്. നോളൻ ഈസ് ഓൾവേസ് വിഷ്വലി എൻഗേജിങ് ആൻഡ് ഹി ഹാസ് എ സ്ട്രാറ്റജി ഓഫ് ഇന്റർകട്ടിങ് മൾട്ടിപ്പിൾ സീക്വൻസസ്. അതൊക്കെ തന്നെയാണ് പുള്ളി ഇതിൽ ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു ദി ആദ്യം പറഞ്ഞ സംഗതി, അതായത് മിത്ത് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു മിത്ത് എന്ന് പറയുന്നത് ഫാക്ടിനേക്കാളും സത്യത്തിന്റെ അംശം കുറവുള്ളതല്ല, മറിച്ച് ഇറ്റ് ഈസ് ദ കണ്ടൻസ്ഡ് ഫോം ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ സാന്ദ്രമായ രൂപമാണ് മിത്ത് എന്ന് പറയുന്നത്. അതായത് ഈ കഥകളിലൂടെ വരുന്ന ഐഡിയാസ്, ആ മൂല്യങ്ങൾ, അതായത് ഇപ്പൊ സെർസിയുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു കഥ ഞാൻ പറഞ്ഞു, അത് സെൽഫ് കൺട്രോൾ, ഇമ്പൾസ് കൺട്രോൾ, അതൊക്കെയാണ് അതിൻ്റെ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഫോർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തരം മൂല്യങ്ങൾ ഹോമർ എന്നൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഒരു എഴുത്തുകാരൻ കണ്ടുപിടിച്ച എന്താണ് കഥാപാത്രത്തിലേക്ക് ആരോപിക്കുന്നതല്ല, മറിച്ച് ഒരു സംസ്കാരത്തിൽ നിന്നും ഓർഗാനിക്കായിട്ട് രൂപപ്പെട്ടു വന്ന പാഠങ്ങളെ ഉപമയായിട്ട് മെറ്റഫർ എന്നല്ല പറയേണ്ടത്, അലിഗറി ആയിട്ട് എഴുതി വെക്കുന്നതാണ് ഈ കഥകൾ. അപ്പൊ അതായത് ഒരു കഥാപാത്രത്തിന്റെ ഇൻവെൻഷൻ അല്ല, ഹോമറുടെ ഇൻവെൻഷൻ അല്ല ഒഡീസി, മറിച്ച് അത് ഗ്രീക്കുകാരുടെ ഇൻവെൻഷനെ ഹോമർ എഴുതി വെച്ചു എന്ന് മാത്രമേ. അത് ആ സംസ്കാരത്തിന്റെ പാഠമാണ്. ആ
ആ സംസ്കാരം തന്നെ എത്രയോ പല തലമുറകൾ കൂടെ രൂപപ്പെട്ടതാണ്. ഇവൻ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്ന് പറയുമ്പോൾ പോലും അതിൽ ആകസ്മികതയുടെ ഒരു ഭാരമുണ്ട്. ഇതിന് ആകസ്മികതയുടെ ഭാരം പോലും ഇല്ല, മറിച്ച് ഇത് ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പം ആ ഒരു കൾച്ചറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അഗൈൻ മിത്ത് ഇസ് the most beautiful self portrait that a culture draws about itself. ഒരു സംസ്കാരം അതിന്റെ ഏറ്റവും മികച്ച സ്വരൂപത്തെ വരയ്ക്കുന്ന സെൽഫ് പോർട്രേറ്റ് ആണ് മിത്ത് എന്ന് പറയുന്നത്. അതത് ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും സുന്ദര രൂപത്തിന്റെ പ്രതിഫലനം എന്ന് പറയാം. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഇപ്പം അവിടെയാണ് ഈ കാസ്റ്റിംഗ് ഒക്കെ വിഷയമായിട്ട് വരുന്നത്. പേഴ്സണലി ഇതിനകത്ത് പല കാസ്റ്റിങ്ങും മിസ്കാസ്റ്റ് ആയിട്ട് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഹെലനൊന്നും അധികം ടൈം ഡ്യൂറേഷൻ ഇല്ല, സിനിമയിൽ ആകെ 5 മിനിറ്റ് താഴെ എങ്ങാണ്ട് ഹെലനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യമൊക്കെ ആളുകളൊന്ന് മറന്നു കളയും. പിന്നീട് ബാക്കി ഒരുപാട് പേര്, ഹിമേഷ് പട്ടേൽ, പിന്നെ സെർസി ആയിട്ട് വരുന്ന സമാന്ത മോർട്ടൺ, പിന്നെ കലിപ്സോ ആയിട്ട് വരുന്ന ഷാർലിസ് തെറോൺ, അപ്പൊ ഇവരൊക്കെ മിസ്കാസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്, ബേസ്ഡ് ഓൺ മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഒഡീസി അഗൈൻ. അപ്പൊ ഇതില് റേസും ഇതും ഒന്നും അല്ല വിഷയം. റേസ് ഒക്കെ ആണെന്നൊക്കെ ആളുകൾ ചുമ്മാ, ഐ മീൻ ഓഫ് കോഴ്സ് there are people who are worried about race and all that. അതല്ല ഇവിടെ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ഇറ്റ്സ് എ വാലിഡ് ആർഗ്യുമെന്റ്. അതായത് ഈ ഗ്രീക്ക് സിവിലൈസേഷന്റെ ഏറ്റവും ബെസ്റ്റ് റിഫ്ലക്ഷൻ ആണ് ഒഡീസി. സോ ഇറ്റ് ഹാസ് ടു ബി പ്രിസർവ്ഡ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഒരു കോർണർ സ്റ്റോണുകളിൽ ഒന്നാണ് ഗ്രീക്ക് സിവിലൈസേഷൻ. അതിന്റെ ഫണ്ടമെന്റൽ ഐഡിയാസ് ഒക്കെ വരുന്നത് ഗ്രീക്ക് സിവിലൈസേഷനിൽ നിന്നാണ്, ഇന്നത്തെ വെസ്റ്റേൺ കൾച്ചറിന്റെ. അപ്പൊ ഈ ഗ്രീക്ക് സിവിലൈസേഷന്റെ കോർണർ സ്റ്റോണുകളിൽ ഒന്നാണ് ഒഡീസി. ഈ ഒഡീസിയിലെ ഏറ്റവും സെൻട്രൽ ക്യാരക്ടറിൽ ഒന്നാണ് ഹെലൻ. അപ്പം when you are retelling the self-portrait drawn by a culture, you have to be truthful to that culture എന്ന് കരുതുന്നത്, that's what you call a conservative argument, because they want to conserve what is already there. അപ്പം ചില ആളുകളെ സംബന്ധിച്ച് they don't value it. So ചില ആളുകളെ സംബന്ധിച്ച് ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാമെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് തന്നെ. ഇതിനെ നത്തിങ് ഈസ് റിട്ടൺ ഓൺ സ്റ്റോൺ. അതുകൊണ്ട് തന്നെ എന്തിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും റീഇന്റർപ്രറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും എടുത്തു കളയാനും ഒക്കെയുള്ള സാധ്യതകളും അവസരങ്ങളും അവകാശങ്ങളും ഉണ്ട്. That is what Nolan is doing. At the same time, something needs to be protected എന്ന് പറഞ്ഞ് is not a bad argument in itself. It's not a racist argument. It is an argument for the culture. And ഇത് ആളുകൾ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെയാണ്. That's why the civilization goes forward. അതായത് ചില ആളുകൾ സിവിലൈസേഷന് അതിന്റെ ആർട്ടിഫാക്ട്സ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കരുതും, കൺസർവ് ചെയ്യണമെന്ന് കരുതും. ചില ആളുകൾ ഇതിനെ റീടെൽ ചെയ്ത് ഡീകൺസ്ട്രക്ട് ചെയ്ത് ഉടച്ചു വാർത്ത് പുതിയതുണ്ടാക്കണം എന്ന് കരുതും. ഈ ഒരു ഫ്രിക്ഷനിൽ കൂടെയാണ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. സോ I think I covered most of the important points. So thank you for watching. See you again.